ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്തത്. അത് ഏകദേശം നിങ്ങൾ പരിചയപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗിൽ മറ്റൊരു പുതിയ ടാഗിനെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. മാർക്ക് എന്ന് പേരായ ടാഗാണത്. അതായത് നമ്മളുടെ പേജിൽ ടെക്സ്റ്റ് മാറ്റേഴ്സ് ആനിമേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. ടെക്സ്റ്റ് മാറ്റർ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമേജസ് ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാർക്ക് എന്ന് പറയുന്ന ടാഗ് നമ്മളുടെ വെബ് പേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് എ സ്ക്രോളിംഗ് ടെക്സ്റ്റ് ഏരിയ ഇൻ ദ HTML ഡോക്യുമെന്റ് ദാറ്റ് മൂവ്സ് അക്രോസ് ദ പേജ് ഇൻ എ ഹൊറിസോണ്ടൽ ഓർ എ വെർട്ടിക്കൽ ഡിറക്ഷൻ. By default, the text found within the marquee tag will scroll from right to left. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് മാറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കണ്ടന്റോ നമ്മളുടെ പേജിന്റെ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്ക് ഡീഫോൾട്ട് ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാർക്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. മാർക്ക് ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. ഓർക്കുക, മാർക്ക് എന്ന് പറയുന്ന ടാഗ് പെയറിനുള്ളിൽ എഴുതി ചേർക്കുന്ന ഏതൊരു കണ്ടന്റും, ടെക്സ്റ്റോ ഇമേജോ വീഡിയോ ഏതും നമുക്ക് നമ്മുടെ വെബ് പേജിനകത്ത് മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മാർക്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് കുറെ ഏറെ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യാനുണ്ട് ഈ ആനിമേഷൻ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി. ഒന്നാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. വിഡ്ത്ത് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ വിഡ്ത്ത് ഓഫ് ദി മാർക്ക്. മാർക്കിന്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ പേജ് വിഡ്ത്തിന്റെ എത്രമാത്രം ഏരിയ മാർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുക്കുന്നത്. ഒന്നുകിൽ നമുക്ക് പിക്സൽ പോയിന്റിൽ വിഡ്ത്തിന്റെ വാല്യൂ പറയാം, അല്ലെങ്കിൽ പേജ് വിഡ്ത്തിന്റെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നുകിൽ നമുക്ക് പിക്സൽ പോയിന്റിൽ മാർക്കിന് വേണ്ടുന്ന വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പേജ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്ര ശതമാനം ഏരിയ മാർക്കിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയാം. അതുകൊണ്ട് ഒന്നുകിൽ പിക്സൽസ് പറയാം, അല്ലെങ്കിൽ പെർസെന്റേജിൽ വിഡ്ത്ത് പ്രോപ്പർട്ടിയിൽ വാല്യൂ കൊടുക്കാം. പിക്സൽ പോയിന്റിനെ കുറിച്ച് ഇന്നലത്തെ സെഷനകത്ത് പറഞ്ഞതാണ്. 72 പിക്സൽ പോയിന്റ് ആണ് 1 ഇഞ്ച് എന്നുള്ളത്. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ഹൈറ്റ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ ഹൈറ്റ് ഓഫ് ദ മാർക്ക്. മാർക്യൂവിന് എത്രമാത്രം ഏരിയ വേണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൈറ്റ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. വിഡ്ത്ത് എന്ന പ്രോപ്പർട്ടിക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ തന്നെയാണ് ഹൈറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക. ഒന്നുകിൽ പിക്സലായിട്ട് പറയാം, അല്ലെങ്കിൽ പെർസെന്റേജിൽ നമുക്ക് ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ പെർസെന്റേജ് എന്ന് പറയുന്നത് പേജ് ഹൈറ്റിന്റെ പെർസെന്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിറക്ഷൻ ആണ്. ഇറ്റ് സ്പെസിഫൈസ് ദ ഡിറക്ഷൻ ഇൻ വിച്ച് മാർക്ക് യു ഷുഡ് സ്ക്രോൾ. ഏത് വശത്തേക്ക് ആ ടെക്സ്റ്റ് മാറ്റം അല്ലെങ്കിൽ മറ്റു കണ്ടന്റ് സ്ക്രോൾ ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡിറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഡിറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 4 വാല്യൂസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്: അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്. ഡിറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 4 വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു: അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്. നോർമലി റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എല്ലാ കണ്ടന്റും സ്ക്രോൾ ചെയ്യുന്നത്, ബൈ ഡീഫോൾട്ട് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഡിറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. വലതുവശത്തു നിന്നും ഇടത്തേക്കാണ് സ്ക്രോൾ ചെയ്യുന്നത്. അടുത്ത ആട്രിബ്യൂട്ട് ബിഹേവിയർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ദിസ് സ്പെസിഫൈസ് ദ ടൈപ്പ് ഓഫ് സ്ക്രോളിംഗ് ഓഫ് ദ മാർക്ക്. ഈ കണ്ടന്റ് എങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബിഹേവിയർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. കണ്ടന്റ് എങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബിഹേവിയർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ടു മേക്ക് യുവർ ടെക്സ്റ്റ് ബൗൺസ് ബാക്ക് ആൻഡ് ഫോർത്ത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ്
നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ബിഹേവിയർ ഇസ് ഈക്വൽ ടു ഓൾട്ടർനേറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ 3 വാല്യൂസ് ആണ് വരിക: സ്ക്രോൾ, സ്ലൈഡ്, ഓൾട്ടർനേറ്റ്. നോർമൽ വാല്യൂ അല്ലെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ സ്ക്രോൾ ആണ്. വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ഓരോ പ്രാവശ്യവും കണ്ടന്റ് വരുന്നതാണ് നമ്മുടെ ഡീഫോൾട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ലെഫ്റ്റ് ആയിരിക്കും, ബിഹേവിയർ സ്ക്രോൾ ആയിരിക്കും നോർമലി മാർക്യുവിന്റെ ഡീഫോൾട്ട് വാല്യൂസ് എന്ന് പറയുന്നത്. സ്ലൈഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ നോർമലി റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടന്റ് ഒരു തവണ വരും. ഒരു തവണ മാത്രമേ സ്ക്രോൾ ചെയ്ത് വരുള്ളൂ, പിന്നീട് മൂവിങ് എഫക്റ്റ് ഉണ്ടാകില്ല. അതിനുവേണ്ടിയാണ് ബിഹേവിയർ ഇസ് ഈക്വൽ ടു സ്ലൈഡ് എന്ന് കൊടുക്കുന്നത്. അതേസമയം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും അങ്ങനെ മാറി മാറി സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ബിഹേവിയർ ഈക്വൽ ടു ഓൾട്ടർനേറ്റ് എന്നുള്ള വാല്യൂ കൊടുക്കുന്നത്. സ്ക്രോൾ ഡിലേ എന്നുള്ളതാണ് അടുത്ത ആട്രിബ്യൂട്ട്. മാർക്യു ടാഗിന്റെ അടുത്ത ആട്രിബ്യൂട്ട് സ്ക്രോൾ ഡിലേ എന്ന് പറയുന്നതാണ്. സ്ക്രോൾ ഡിലേ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇറ്റ് സ്പെസിഫൈസ് ഹൗ ലോങ് ടു ഡിലേ ബിറ്റ്വീൻ ഈച്ച് ജംപ്. അതായത് ഒരു മാറ്റർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് വരെ സ്ക്രോൾ ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഡിലേക്കാണ് നമ്മൾ സ്ക്രോൾ ഡിലേ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്റിജർ വാല്യൂസ് കൊടുക്കാം അതിന്റെ വാല്യൂ ആയിട്ട്. അടുത്ത ആട്രിബ്യൂട്ട് സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്ന ഒരു നെയിമാണ്. സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ സ്പീഡ് ഓഫ് മാർക്യു ടെക്സ്റ്റ്. ഇവിടെ പേജിൽ സ്ക്രോൾ ചെയ്യുന്ന കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്ക്രോൾ എമൗണ്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് അക്സെപ്റ്റ്സ് ഇന്റിജർ വാല്യൂസ്, 6 being the default speed. So any value lower than 6 will slow down the marquee effect. ഇവിടെ ഇന്റിജർ വാല്യൂസ് ആണ് സ്ക്രോൾ എമൗണ്ട് ആയിട്ട് കൊടുക്കുക. ഇതിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോ അതിനേക്കാൾ ചെറിയൊരു വാല്യൂ കൊടുത്താൽ സ്ക്രോളിംഗിന്റെ സ്പീഡ് കുറയും. സ്ക്രോളിംഗിന്റെ സ്പീഡ് വളരെ കൂട്ടണമെങ്കിൽ നമുക്ക് 6നേക്കാൾ ഉയർന്ന ഒരു വാല്യൂ കൊടുക്കാം. അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലൂപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ലൂപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇൻഫിനിറ്റ് ആണ് ഡീഫോൾട്ട് വാല്യൂ. കാരണം അത് ലൂപ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഈ മാർക്യു എന്ന് പറയുന്ന ടാഗിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം 1-2 തവണ മാത്രം ഇത് സ്ക്രോൾ ചെയ്ത് വന്നാൽ മതിയെങ്കിൽ ആ നമ്പർ നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ലൂപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് ഇപ്പം 3 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് മാത്രമേ അത് സ്ക്രോൾ ചെയ്ത് വരികയുള്ളൂ. BG കളർ എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്ന അവസാനത്തെ ആട്രിബ്യൂട്ട്. ഇറ്റ് സ്പെസിഫൈസ് ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻ ടേംസ് ഓഫ് കളർ നെയിം ഓർ കളർ ഹെക്സാ വാല്യൂ. ഇവിടെ നമ്മളുടെ സ്ക്രോളിംഗ് ചെയ്യുന്ന കണ്ടന്റ് എന്താണോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുക്കണം. ആ കളർ കൊടുക്കാൻ വേണ്ടിയാണ് BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒന്നുകിൽ നമുക്ക് കളർ പറയാം, അല്ലെങ്കിൽ കളറിനുള്ള ഹെക്സാഡെസിമൽ കോഡ് നമുക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു HTML കോഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജീനി എഡിറ്ററിനകത്ത്. ബോഡി ടാഗിനുള്ളിൽ മാർക്യു എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തിരിക്കുകയാണ്. മാർക്യു/മാർക്യു എന്ന് പറയുന്ന ടാഗ് വെയറിനുള്ളിൽ ദിസ് ഈസ് ബേസിക് എക്സാമ്പിൾ ഓഫ് മാർക്യു എന്ന് പറയുന്ന ഒരു സെന്റൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ബേസിക് എക്സാമ്പിൾ ഓഫ് മാർക്യു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ സാധിക്കും ദിസ് ഈസ് ബേസിക് എക്സാമ്പിൾ ഓഫ് മാർക്യു എന്നുള്ളത്. ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നു. ഇങ്ങനെ ടെക്സ്റ്റ് മാറ്റേഴ്സോ അല്ലെങ്കിൽ ഇമേജസോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമ്മുടെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യിക്കാൻ വേണ്ടിയാണ് മാർക്യു എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിനി മറ്റൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. മാർക്യു എന്ന് പറയുന്ന ടാഗിനൊപ്പം ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഒരു ആട്രിബ്യൂട്ട് അപ്ലൈ ചെയ്യുകയാണ്. മാർക്യു എന്നുള്ള ടാഗിന് വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 50% എന്ന് കൊടുത്തിരിക്കുന്നു.
വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 50% എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എഫക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ബില്ലിൽ പോയിട്ട് എക്സിക്യൂട്ട് അല്ലെങ്കിൽ F5 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഉടൻ തന്നെ നമ്മുടെ ബ്രൗസറിൽ ആ പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു പേജ് വിഡ്ത്തിന്റെ നേർ പകുതിയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഇവിടെ പേജ് വിഡ്ത്തിന്റെ നേർ പകുതി വെച്ച് ആ സ്ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് മറ്റൊരു ആട്രിബ്യൂട്ട് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ഡൗൺ എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുകയാണ്. മാർക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ഡൗൺ എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ടെക്സ്റ്റ് മാറ്റർ സ്ക്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബ്രൗസർ വിൻഡോയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ മാർക്ക് എന്നുള്ള ടാഗിന്റെ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു അപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ എഫക്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ മാർക്ക് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ഡൗൺ എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്ക് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു അപ്പ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് ആ കണ്ടന്റ് സ്ക്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മാർക്ക് എന്നുള്ള ടാഗിനൊപ്പം DG കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. DG കളർ ഇസ് ഈക്വൽ ടു റെഡ്, വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 50% കൊടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഔട്ട്കം എങ്ങനെയായിരിക്കും, നമ്മുടെ വെബ് പേജ് എങ്ങനെയായിരിക്കും വരിക നോക്കുക. നമ്മുടെ പേജിലെ പകുതിക്ക് മാത്രമാണ് സ്ക്രോളിംഗ് നടക്കുന്നത്. ആ സ്ക്രോളിംഗ് നടക്കുന്ന ഏരിയ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 50% എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ലൂപ്പ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഒരു വാല്യൂ കൊടുത്തു. ലൂപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ഡിഫോൾട്ട് വാല്യൂ ഇൻഫിനിറ്റ് ആണ്. അതായത് തുടർച്ചയായിട്ട് അത് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനിവിടെ ലൂപ്പ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇവിടെ സ്ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു തവണ അത് സ്ക്രോൾ ചെയ്ത് തീരാറായി. വീണ്ടും അത് സ്ക്രോൾ ചെയ്ത് വരും. ദ ടെക്സ്റ്റ് വിൽ സ്ക്രോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് തുടങ്ങി. രണ്ടാമത്തെ തവണ സ്ക്രോൾ ചെയ്തു. പിന്നീട് അവിടെ സ്ക്രോളിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മളിവിടെ ലൂപ്പ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, നമ്മൾ ഇവിടെ ലൂപ്പ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 2 തവണ മാത്രം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ദിസ് ടെക്സ്റ്റ് വിൽ സ്ക്രോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സ്ക്രോൾ ചെയ്തു. ഈ സമയത്തൊന്നും പിന്നീട് സ്ക്രോളിംഗ് വരുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ലൂപ്പ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് ടൈം സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടോട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 200 എന്നുള്ളത്. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 200 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ആ പേജിൽ സ്ക്രോൾ ചെയ്യുന്ന ഏരിയ 200 പിക്സൽ പോയിന്റ് ഹൈറ്റിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്ര ഏരിയ 200 പിക്സൽ പോയിന്റ് ആണ്. ആ ഒരു ഏരിയ സ്ക്രോളറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റ് മാറ്ററിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിലെ ജീനി എഡിറ്ററിനകത്ത് മാർക്ക് ടാഗിനൊപ്പം H സ്പേസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. H സ്പേസിന്റെ വാല്യൂ ഞാൻ 100 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. H സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മാർക്ക് ചെയ്യപ്പെടുന്ന കണ്ടന്റിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറച്ച് സ്പേസ് ബ്ലാങ്ക് ആയിട്ട് വരാൻ വേണ്ടിയാണ്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് വരുത്താൻ വേണ്ടിയാണ് H സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിന്റെ വിഡ്ത്ത് ഇവിടെ പറഞ്ഞിട്ടില്ല. വിഡ്ത്ത് പറയാത്തത് കൊണ്ട് 100% വിഡ്ത്ത് വരേണ്ടതാണ്.
എന്നാൽ h സ്പേസ് 100 എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവിടെ കുറച്ച് ഏരിയ ബ്ലാങ്ക് ആയി പോയിരിക്കുന്നത്. ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ വെബ് പേജ് നോക്കാം. ഇപ്പോൾ വെബ് പേജിൽ അത് വിഡ്ത് 100% വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ h സ്പേസ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം സേവ് ചെയ്തിട്ട് ബ്രൗസർ വിൻഡോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് h സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇനി വെർട്ടിക്കൽ സ്പേസിങ്ങിന് വേണ്ടി v സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. v സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്ക് കൊടുത്തു നോക്കാം. വെർട്ടിക്കൽ സ്പേസിംഗ് വരുത്താൻ വേണ്ടിയാണ് വി സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ വി സ്പേസ് = 100 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിനു ശേഷം നമ്മുടെ ബ്രൗസർ വിൻഡോയിലേക്ക് പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ടോപ്പ് സൈഡിൽ കുറച്ച് സ്പേസ് വന്നു. ഈ സ്ക്രോളിംഗ് നടക്കുന്നതിന് താഴെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി ചേർത്തിരുന്നു, ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ്. ഇപ്പൊ ഈ കണ്ടന്റും സ്ക്രോൾ ചെയ്യപ്പെടുന്ന ഏരിയയും തമ്മിലും ഒരു ഗ്യാപ്പ് വന്നു. ഇതിന് മുകളിലും താഴെയും ഓരോ ഗ്യാപ്പ് വന്നു. വെർട്ടിക്കൽ ആയിട്ടുള്ള സ്പേസിംഗ് വരുത്താൻ വേണ്ടിയാണ് വി സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് എന്ന് പറയുന്ന ടാഗിന്റെ വി സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും h സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നമ്മളിവിടെ മാർക്ക് എന്ന് പറയുന്ന ടാഗിന്റെ ബിഹേവിയർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഓൾട്ടർനേറ്റ് എന്ന് കൊടുത്തിരിക്കുകയാണ്. സാധാരണ അതിന്റെ വാല്യൂ സ്ക്രോൾ എന്നായിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് എന്ന് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ബ്രൗസർ വിൻഡോയിൽ അതിന്റെ ഔട്ട്പുട്ട് കാണാം. ഇവിടെ ഹിയർ ഈസ് സം ബൗൺസിംഗ് ടെക്സ്റ്റ് സൈഡ് ടു സൈഡ് എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വലത്തുനിന്ന് ഇടത്തേക്കും ഇടത്തുനിന്ന് വലത്തേക്കും മൂവ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ബ്രൗസർ വിൻഡോയിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ടെക്സ്റ്റ് മാറ്റേഴ്സ് ബൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ബിഹേവിയർ = ഓൾട്ടർനേറ്റ് എന്ന് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. ഇതിനെ ബൗൺസ് ചെയ്യിക്കണം, താഴെ നിന്ന് മുകളിലേക്ക് ബൗൺസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ബിഹേവിയർ = ഓൾട്ടർനേറ്റ് എന്ന് കൊടുക്കുന്നതോടൊപ്പം ഡയറക്ഷൻ = അപ്പ് എന്ന് കൊടുക്കാം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് ബൗൺസ് ചെയ്തു വരുന്ന രീതിയിൽ ഡിസ്പ്ലേ വരുത്തണമെങ്കിൽ മാർക്യുവിന്റെ ബിഹേവിയർ എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഓൾട്ടർനേറ്റ് എന്നും ഡയറക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അപ്പ് എന്നും കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ബ്രൗസർ വിൻഡോയിൽ നിന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഫയർഫോക്സ് ബ്രൗസറിലാണ് ഈ ഔട്ട്പുട്ട് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഹിയർ ഈസ് സം ബൗൺസിംഗ് ടെക്സ്റ്റ് ബൗൺസിംഗ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് എഴുതിയിരിക്കുന്ന സെന്റൻസ് താഴേക്കും മുകളിലേക്കും മൂവ് ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ പ്രയോജനം എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്നത് 6 എന്നുള്ള വാല്യൂ ആണ് നോർമലി ഒരു ടെക്സ്റ്റിന്റെ സ്ക്രോളിംഗ് സ്പീഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്ക്രോളിംഗ് സ്പീഡ് ആയിട്ട് പറയുന്നത്. ആ സ്ക്രോൾ എമൗണ്ട് 6നേക്കാൾ കുറവാണെങ്കിൽ സ്ലോ ആയിട്ടായിരിക്കും കണ്ടന്റ് മൂവ് ചെയ്യുക. 6നേക്കാൾ കൂടുതലാണ് വെക്കുന്നതെങ്കിൽ അത് സ്പീഡ് കൂടിയായിരിക്കും മൂവ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരെണ്ണം സ്ക്രോൾ എമൗണ്ട് 1 എന്ന് കൊടുത്തു. അതിന് മൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് മാറ്റർ സ്ലോ ആണ്. മറ്റൊരെണ്ണം സ്ക്രോൾ എമൗണ്ട് 6 എന്ന് കൊടുത്തു. അവിടെ സ്ക്രോൾ ചെയ്യപ്പെടുന്ന ടെക്സ്റ്റ് മാറ്റർ നോർമൽ ആണ്. അടുത്തത് സ്ക്രോൾ എമൗണ്ട് 12 എന്ന് കൊടുത്തിരിക്കുകയാണ്. ശേഷം ഫാസ്റ്റ് എന്നൊരു ലേബൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി സ്ക്രോൾ എമൗണ്ട് 25 ആക്കി കൊടുത്തു. അതിന് ഫാസ്റ്റർ എന്ന് ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ക്രോൾ എമൗണ്ട് 55 എന്ന് കൊടുത്തിരിക്കുന്നു. ലൈറ്റനിങ് എന്നുള്ള ഒരു ലേബൽ അവിടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 5 മാർക്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ മാർക്യൂല് സ്ക്രോൾ എമൗണ്ട് 1 ആണ്. ഇതിന്റെ എല്ലാം ബിഹേവിയർ ഓൾട്ടർനേറ്റ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ആ പേജിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. സ്ക്രോൾ എമൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂം മാത്രം വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. 6 ആണ് നോർമൽ ആയിട്ടുള്ള വേഗത എന്ന് പറയുന്നത്. ഒരെണ്ണം കുറച്ചു കൊടുത്തു, ബാക്കി 3 6നേക്കാൾ കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബ്രൗസർ വിൻഡോയിൽ ഇതിന്റെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ബ്രൗസർ വിൻഡോയിൽ
ഇതിന്റെ ഔട്ട്പുട്ട് കാണാം. സ്ക്രോൾ എമൗണ്ട് 1 എന്ന് കൊടുത്തിരിക്കുന്നു, വളരെ സ്ലോ ആയി മൂവ് ചെയ്യുന്നു. ഇത് നോർമൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നു. പിന്നീട് ഫാസ്റ്റർ, ലൈറ്റനിങ്, അങ്ങനെ 3 വിധത്തിൽ മൂവ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സ്ക്രോൾ എമൗണ്ട് മാറ്റി വെച്ചിരുന്നു. സ്ലോ കൊടുത്തിരിക്കുന്നത് സ്ക്രോൾ എമൗണ്ട് 1 എന്ന് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ്. ഇവിടെ കാണാം സ്ലോ എന്ന് വന്നിരിക്കുന്നത് സ്ക്രോൾ എമൗണ്ട് 1 എന്ന് വന്നിരിക്കുന്ന വാല്യൂ ആണ്. സ്ക്രോൾ എമൗണ്ട് 6 എന്ന് വന്നിരിക്കുന്നതാണ് നോർമൽ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രോൾ എമൗണ്ട് 12 എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നത് സ്ക്രോൾ എമൗണ്ട് 25 എന്ന് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ്. സ്ക്രോൾ എമൗണ്ട് 55 എന്ന് കൊടുത്തിരിക്കുന്നതാണ് ലൈറ്റനിങ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു പേജിൽ ടെക്സ്റ്റ് മാറ്റേഴ്സോ മറ്റു കണ്ടന്റ്സോ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് മാർക്ക് ഉപയോഗിക്കാം. അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കിപ്പോൾ മാർക്ക് ടാഗ് എന്താണെന്നും മാർക്ക് ടാഗിന്റെ വിവിധങ്ങളായ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നും ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കിനിയും കൂടുതൽ ടാഗുകൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ടാഗുകൾ അടുത്ത സെഷനിൽ നമുക്കിനി ചർച്ച ചെയ്യാം. ഓക്കെ.